الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഇത്തിഖാഫ് അല്ലാഹു തആല നമ്മുടെ ഇൽമിൻ്റെ മജ്‌ലിസ് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വഭാവത്തെക്കുറിച്ച് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വഭാവത്തിൻ്റെ മഹത്വവും അതിനാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം, നേട്ടം, ഈ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദഹബ ഹുസ്നുൽ ഖുൽഖി ബിഖൈറൈ ദുനിയ വൽ ആഖിറ. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സർവ നന്മകളും സൽസ്വഭാവം കൊണ്ടുപോയി എന്ന ഹദീസ് നമുക്ക് കാണാം. അതായത് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ ഖൈറുകളും കിട്ടണമെങ്കിൽ ആള് ഒരു സൽസ്വഭാവിയായിരിക്കണം. ഇനി എന്താണ് സൽസ്വഭാവം, അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. സൽസ്വഭാവത്തെക്കുറിച്ച് ധാരാളം പണ്ഡിതന്മാർ പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ 4 കാര്യങ്ങൾ, 4 വിശേഷണങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മളൊരു സൽസ്വഭാവിയാണെന്ന് നമുക്ക് പറയാം. പണ്ഡിതന്മാർ വിശദീകരിച്ച മൊത്തം വിഷയങ്ങൾ നമുക്ക് 4 കാര്യമായിട്ട് ചുരുക്കിയിട്ട് വിശദീകരിക്കാം. ഉപകാരം, ഉപദ്രവം, ഈ 2 കാര്യങ്ങൾ അവലംബിച്ചുകൊണ്ട് നമുക്ക് സൽസ്വഭാവത്തെ മനസ്സിലാക്കാം. ഉപകാരം, ഉപദ്രവം. നമ്മൾ മനുഷ്യന്മാരുമായിട്ടുള്ള നമ്മുടെ ഇടപഴക്കത്തിലാണ് നമ്മുടെ ഈ സ്വഭാവങ്ങളൊക്കെ പ്രകടമാകുന്നത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഉപകാരവുമായി ബന്ധപ്പെട്ട് 2 കാര്യം, ഉപദ്രവവുമായി ബന്ധപ്പെട്ട് 2 കാര്യം മനസ്സിലാക്കാം. ഉപകാരം, നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉപകാരം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. 1, മറ്റുള്ളവരിൽ നിന്ന് ഉപകാരം കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. 2, ഇനി ഉപദ്രവവുമായി ബന്ധപ്പെട്ട് 2 കാര്യം. നമ്മളിൽ നിന്ന് ഒരിക്കലും ഒരു ഉപദ്രവവും ഒരാൾക്ക് ഉണ്ടാകരുത്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനുണ്ട്. 4-മത്തത്, മറ്റുള്ളവരിൽ നിന്ന് വല്ല ഉപദ്രവവും ഏൽക്കേണ്ടി വന്നാൽ അത് ക്ഷമിക്കുക, സഹിക്കുക, അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അദ്ദേഹം സൽസ്വഭാവിയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി, ഒന്ന് ഉപകാരം, മറ്റൊന്ന് ഉപദ്രവം. നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉപകാരം മാത്രം. 2-മത്തത്, മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊരു ഉപകാരം കിട്ടണമെന്ന് ആശിക്കരുത്, പ്രതീക്ഷിക്കരുത്. കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുക, അതൊന്നും ഉണ്ടാകരുത്. ഉപദ്രവവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ, നമ്മളിൽ നിന്ന് ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത്. 4-മത്തത്, മറ്റുള്ളവരിൽ നിന്ന് വല്ല ബുദ്ധിമുട്ടുകളോ ഉപദ്രവങ്ങളോ ഏൽക്കേണ്ടി വന്നാൽ അത് സഹിക്കാനും പൊറുക്കാനുമുള്ളൊരു മനസ്സ് കിട്ടുക. ഇത് കിട്ടിയാൽ അയാൾ സൽസ്വഭാവിയാണ്. ഇതാണ് മൊത്തത്തിൽ മഹാന്മാരെ വിശദീകരിച്ചതിൻ്റെ രത്ന ചുരുക്കം. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലേക്കും കടക്കാം. 4 നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇതിൽ ഉപകാരം, ഉപദ്രവം എന്നതിന് മറ്റൊരു അർത്ഥത്തിൽ നമുക്ക് പറഞ്ഞാൽ സന്തോഷം, വിഷമം, അങ്ങനെയും പറയും. അപ്പൊ എങ്ങനെ? നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്ന വാക്കുകളെ, പ്രവർത്തനങ്ങളാണ് ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം നമുക്ക് ലഭിച്ചില്ല എന്ന
വിഷയത്തിൽ ഒരു പരാതി നമുക്കുണ്ടാകരുത്. വിഷമം രണ്ടാമത്തെ കാര്യം. നേരത്തെ പറഞ്ഞ ഉപകാരം ഉപദ്രവം അതിനെ മറ്റൊരു ശൈലിയിൽ നമുക്ക് വിശദീകരിക്കാം. നമ്മളിൽ നിന്ന് ഒരു വിഷമമുണ്ടാക്കുന്ന ഒരു വാക്കോ പ്രവർത്തനമോ മറ്റുള്ളവർക്ക് ഉണ്ടാകരുത്. മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വിഷമിപ്പിക്കുന്ന വല്ല വാക്കുകളോ പ്രവർത്തനങ്ങളോ ഉണ്ടായാൽ അത് പൊറുക്കാനും സഹിക്കാനുള്ള മനസ്സുണ്ടാവുക. അങ്ങനെ നമുക്ക് വിശദീകരിക്കാം. ഇനി നമുക്ക് ഓരോന്നിലേക്ക് കടക്കാം. സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ. നമ്മൾ മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപഴകല്, അതിലാണല്ലോ വളരെ അനിവാര്യമായൊരു കാര്യമാണ് സൽസ്വഭാവം എന്നുള്ളത്. നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യുന്നൊരു വിഷയമാണ് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടണം എന്നുള്ളത്. 5 വക്തും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വുളു എടുത്താലും ആ വുളുവിൻ്റെ ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ നമ്മൾ നടത്തുന്നുണ്ട്. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. നമ്മളെ മക്കളെ വിഷയത്തിൽ നമ്മൾ പറയാറുണ്ട്, മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി ദ്വാരക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് സ്വാലിഹായി ജീവിക്കുക, അതുപോലെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുക, അതിനുവേണ്ടി ദുആ ചെയ്യുക. മഹാന്മാരായ അമ്പിയാക്കളെ ദുആ തന്നെ നമുക്ക് ഖുർആനിൽ കാണാം, വൽഹിഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളോട് കൂടെ ചേർത്ത് തരണേ എന്നുള്ളത്. ഒരു മനുഷ്യൻ എപ്പോഴാണ് സ്വാലിഹാകുന്നത്? അത് വളരെ അടിസ്ഥാനമായി സൽസ്വഭാവം അതിലേക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ എപ്പോഴാണ് സ്വാലിഹാകുന്നത്? മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു അടുത്ത തുഹഫയിൽ ആമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ലദീ അൽ യഖൂമു ബിഹഖില്ലാഹി ബിഹഖിൽ ഖാലിഖി വബിഹഖിൽ ഇബാദ്. അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും സൃഷ്ടികളോടുള്ള കടപ്പാടുകളും പൂർത്തിയാക്കി വീട്ടുന്ന മനുഷ്യനാണ് സ്വാലിഹ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അള്ളാഹുവിനോട് കടപ്പാടുകളുണ്ട്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, ദിക്ർ ചെല്ലുന്നത്, ഖുർആൻ ഓതുന്നത്. അള്ളാഹുവിനോടുള്ള കടപ്പാടിൻ്റെ ഭാഗമാണ്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച നിർബന്ധമായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, വിരോധിച്ച കാര്യങ്ങളൊക്കെ വെടിഞ്ഞ് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിനോട് നമുക്ക് കടപ്പാടുകളുണ്ട്, സൃഷ്ടികളോട് നമുക്ക് കടപ്പാടുകളുണ്ട്. ആ സൃഷ്ടികൾ എന്നത് വിശാലമാണ്. നമ്മുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, നമ്മുടെ ഭാര്യ, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, മറ്റ് പുറം നാട്ടുകാർ, ഇങ്ങനെ സൃഷ്ടികൾ എന്ന് പറയുന്നത് വിശാലമായി കിടക്കുന്ന ഒന്നാണ്. അപ്പം അവരോടൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ട്. ഈ 2 കടപ്പാടുകളും കറക്റ്റ് പൂർത്തിയാക്കി വീട്ടുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് സ്വാലിഹായി മാറുന്നത്. ഒരാൾ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തും ഖുർആനും ഒക്കെ ഉണ്ട്, പക്ഷേ മാതാപിതാക്കളോട് ശരിയില്ല, അല്ല ഉസ്താദുമാരോട്, ഭാര്യയോട്, മക്കളോട്, കുടുംബക്കാരോട് ശരിയില്ല, എങ്കിൽ അയാൾ സ്വാലിഹാവില്ല. 5 വക്തും കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, എല്ലാ ഇബാദത്തുണ്ട്, പക്ഷേ സൃഷ്ടികളോടുള്ള ഇടപഴക്കം ശരിയില്ല എങ്കിൽ അവൻ സ്വാലിഹായി മാറുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യൻ സ്വാലിഹാകണമെങ്കിൽ അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും വീട്ടണം, സൃഷ്ടികളോടുള്ള കടപ്പാടുകളും വീട്ടണം. ഇതിൽ രണ്ടാമത്തെ നമ്മൾ ചർച്ച ചെയ്യാം. അള്ളാഹുവിനോടുള്ള കടപ്പാട് വീട്ടുന്നതിലും നമുക്ക് സൽസ്വഭാവം വേണം, അത് വിശാലമായൊരു വിഷയമാണ്. സൃഷ്ടികളോടുള്ള കടപ്പാട് വീട്ടുന്നതിൽ വളരെ അനിവാര്യമായ ഒന്നാണ് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്നുള്ളത്. സൽസ്വഭാവം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ നോക്കൂ നിങ്ങൾ, നമുക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാട് സൽസ്വഭാവം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ശരിക്കും വിട്ടാൻ കഴിയില്ല. മാതാപിതാക്കളോടുള്ള കടപ്പാട് വിട്ടാൻ കഴിയില്ല. ഭാര്യ ഭർത്താവിനോടുള്ള കടപ്പാട്, സൽസ്വഭാവിയായ ഒരു ഭാര്യയാണെങ്കിൽ ആ ഭർത്താവിനോട് കടപ്പാട് വിട്ടാൻ കഴിയുള്ളൂ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇനി മാതാപിതാക്കളും മക്കളും സൽസ്വഭാവിയായ ഉമ്മയും ഉപ്പയുമാണെങ്കിലാണ് മക്കളോടുള്ള കടപ്പാട് വിട്ടാൻ കഴിയുള്ളൂ. അസാത്തിദത്തിനോട്, അധ്യാപകരോട്, നമ്മുടെ ഉസ്താദുമാരോടുള്ള കടപ്പാട്, അയൽവാസികളോടുള്ള കടപ്പാട്, കൂട്ടുകുടുംബങ്ങളോടുള്ള കടപ്പാട്, ഇവിടെയൊക്കെ ആവശ്യമായ അനിവാര്യമായ ഒന്നാണ് ഹുസ്നുൽ ഖുൽഖ് എന്നുള്ളത്, സൽസ്വഭാവം എന്നുള്ളത്. മനുഷ്യന്മാരിടയിൽ ജീവിക്കണമെങ്കിൽ തന്നെ സൽസ്വഭാവം വേണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദീകരിച്ചു. ഇല്ലെങ്കിൽ അവനെക്കുറിച്ച് ഒരു മനുഷ്യൻ എന്ന് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ അനിവാര്യമായ ഒന്നാണ് ഈ വലിയൊരു വിശേഷണം സൽസ്വഭാവം എന്നുള്ളത്. ഒരു മനുഷ്യൻ കാമിലായ മുഅ്മിനാകുന്നത്
ശ്രേഷ്ഠവാനായ മുഅ്മിനാകുന്നത് സൽ സ്വഭാവത്തിലൂടെയാണെന്നുള്ള ഹദീസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കൂ നിങ്ങൾ, ഓരോന്നോരോ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. നമ്മളിൽ നിന്ന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവർക്ക്, ഈ മറ്റുള്ളവരെന്ന് പറയുന്നത് ഈ വിശാലമായ അർത്ഥത്തിലുള്ളതാണ്. മാതാപിതാക്കൾ പെട്ടു, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, നാട്ടുകാരെല്ലാവരും പെട്ട്. അപ്പം നമ്മളെ പക്കൽ നിന്ന് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവർക്ക് കിട്ടാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം സൃഷ്ടികളുമായി മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കടപ്പാടുകൾ നമ്മളോട് പഠിപ്പിച്ച ഓരോന്നും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കൂ. അതിലെല്ലാം മറ്റുള്ളവരെ ഹൃദയത്തെ, മറ്റുള്ളവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. മനുഷ്യനെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സാമൂഹ്യ ജീവിയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ മനുഷ്യന് കഴിയില്ല. ഒരു പോത്തിനെ നമ്മൾ കൊണ്ടുപോയിട്ടൊരു കാട്ടിലിട്ട് നോക്കും, സ്വന്തമായി സുഖമായി ജീവിക്കും. വേറൊരു പോത്തിൻ്റെ സഹായം ഈ പോത്തിന് ആവശ്യമില്ല, സ്വന്തമായിട്ട് ജീവിക്കും. ഒരു മനുഷ്യനെ പിടിച്ച് കൊണ്ടുപോയി കാട്ട് കൊണ്ടുപോയിട്ട് വെക്കും, 2-3 ദിവസം ജീവിക്കും. പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഒന്നാണ് ജീവിയാണ് മനുഷ്യൻ എന്നുള്ളത്, സാമൂഹ്യ ജീവിയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല സൃഷ്ടികളോട് പല കടപ്പാടുകളും നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത്. ആ കടപ്പാട് നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ശ്രദ്ധിച്ചാൽ അതിലെല്ലാം നമുക്ക് കാണാം മറ്റുള്ളവരെ മനസ്സ് സന്തോഷിപ്പിക്കുക എന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സൽസ്വഭാവത്തിൻ്റെ 4 കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഉപകാരം ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക. അതിൻ്റെ മറ്റൊരു അർത്ഥമാണ് മറ്റുള്ളവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഒരാളുമായി സംവദിക്കുമ്പോൾ, ഒരാളുമായി കണ്ടുമുട്ടുന്ന സമയത്ത് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ച കടപ്പാടുകളൊന്നും എണ്ണി നോക്കൂ. 1, കണ്ടാൽ സലാം ചെല്ലുക, അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ടൊരു കടപ്പാടാണ്. ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിമീൻ ഖംസുൻ ഔ സിത്തുൻ പല ഹദീസും കാണാം. 4, 5, 6 കടപ്പാടുകളൊക്കെ നമ്മൾ മറ്റുള്ളവരുമായി കാണുന്ന സമയത്ത് മറ്റുള്ളവരിൽ നിർവഹിക്കേണ്ട കടപ്പാടുകൾ ഇസ്ലാം നമ്മളോട് നിർദ്ദേശിക്കുന്നത് കാണാം. അതിൽ ഒന്നാമത്തെ എടുത്ത് നോക്കൂ, സലാം പറയുക എന്നുള്ളത്. സലാം പറയുമ്പോൾ ഒരു പ്രാർത്ഥന നമ്മൾ കൊടുക്കുകയാണ് മറ്റുള്ളവനെ നമ്മൾ കാണുന്ന സമയത്ത്. അള്ളാഹുവിൻ്റെ രക്ഷ നിനക്കുണ്ടായിരിക്കട്ടെ. അതാ മനുഷ്യൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് അപ്പുറത്തൊരാളിങ്ങനെ വരുന്നുണ്ട്, പരിചയമുള്ള ആളും കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് നടന്നുപോയി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുമോ, ഒരു സലാം പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ആ സമയത്ത് ഓന് സലാം പറഞ്ഞാലോ നമ്മുടെ മനസ്സിനത് സന്തോഷമായി, നമ്മൾ അങ്ങോട്ട് പറയണം. അപ്പോൾ മറ്റുള്ളവരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സലാം എന്നുള്ളത്. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് ഫസ്റ്റ് കൊടുത്ത നസീഹത്ത് എന്താണെന്നറിയോ? അഫ്സുസ്സലാം, അത്തീമുത്താം, സിലുൽ അർഹാം. നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം, സലാം അധികരിപ്പിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് സലാം പറയുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് സലാം പറയൽ സുന്നത്താണ്. നമുക്കറിയാം സലാം മടക്കൽ നിർബന്ധമാണ്. സാധാരണ ഒരു തത്വമുണ്ട്, നിർബന്ധത്തിനാണ് സുന്നത്തിനേക്കാൾ കൂലി കൂടുതൽ, ഫർളിനാണ് സുന്നത്തിനേക്കാൾ കൂലി കൂടുതൽ. അത് നമുക്കെല്ലാവർക്കും അറിയാം. സുന്നത്തിൻ്റെ 70 ഇരട്ടി പ്രതിഫലമാണ് ഫർളിനിക്കുള്ളത്. എന്നാൽ 3 സ്ഥലത്ത് അത് ചേഞ്ചിങ് ഉണ്ട്. സുന്നത്തിന് കൂലി കൂടുതൽ ഫർളിനേക്കാൾ. അതിൽപ്പെട്ടൊരു സ്ഥലമാണ് സലാം പറയുക എന്നുള്ളത്. നമ്മളൊരാളെ കാണുന്ന സമയത്ത് അങ്ങോട്ട് ഫസ്റ്റ് സലാം പറയുക, അത് സലാം പറയലാണ്. ആ സലാം പറയൽ സുന്നത്താണ്. അയാൾ തിരിച്ച് മടക്കലോ നിർബന്ധമാണ്. പക്ഷെ കൂലി കൂടുതൽ ഏതിനാണ്? സലാം പറയുന്നതിനില്ല. ഫസ്റ്റ് ആരാണോ സലാം പറയണേ അയാൾക്ക് കൂലി കൂടുതൽ. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നമ്മുടെ ഈ സലാം കാരണം കൊണ്ട് ഒരു സന്തോഷം ഇട്ട് കൊടുക്കുക. അപ്പൊ ആദ്യം ആരാണോ സന്തോഷം ഇട്ട് കൊടുക്കുന്നത്, തിരിച്ച് സലാം പറയുമ്പോഴും സന്തോഷമുണ്ട് മടക്കുന്ന സമയത്തും. അപ്പൊ ആദ്യം ആരാണോ സന്തോഷം അയാളെ കൽബിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അയാൾക്ക് 1 നമ്പർ അല്ലാഹു തആല കൊടുക്കുക. നമ്മൾ ഈ പടങ്ങുന്ന സ്ഥലത്തൊക്കെ നന്നാകുന്നിടത്ത് നമുക്കൊരിതുണ്ട്, ഓൻ ആദ്യം ഇങ്ങോട്ട് സലാം പറയട്ടെ എന്നുള്ളത്. കൂലി ഓൻ കൂടുതൽ കിട്ടും.
മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ചരിത്രത്തിൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾ എന്തോ ഒരു സൗന്ദര്യ പിണക്കുണ്ടായി. അപ്പോൾ തമ്മിൽ കുറച്ച് മിണ്ടാതിരുന്നു. അപ്പോൾ ഹസൻ റളിയല്ലാഹുവിനാണ് മൂത്ത ആള്. 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ, ഇരട്ടകളാണ്. ഹുസൈൻ റളിയല്ലാഹുവിന് അനുജനാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് കൂട്ടുകാരി ചോദിച്ചു, നിങ്ങളല്ലേ ചെറിയ ആള്, അനുജന്, നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് സലാം പറയട്ടെ, നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് നന്നാകല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ, ആദ്യം ആരാണോ സലാം പറഞ്ഞ് നന്നാകണത് അയാളാണ് ആദ്യം സ്വർഗത്ത് പോവുക. അപ്പോൾ ഹസൻ റളിയല്ലാഹുവിന് എൻ്റെ ജ്യേഷ്ഠനല്ലേ, അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് ആദ്യം സലാം പറഞ്ഞ് നന്നായാൽ ഞാൻ ഫസ്റ്റ് സ്വർഗത്ത് പോകും, രണ്ടാമതല്ലേ ജ്യേഷ്ഠന് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ജ്യേഷ്ഠൻ്റെ പരിഗണന കൊടുത്തുകൊണ്ട് ജ്യേഷ്ഠൻ ഇങ്ങോട്ട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരുന്നതാണ് മഹാനവറുകൾ പറഞ്ഞത്. അപ്പോൾ സലാം പറയുക എന്നുള്ളത് മറ്റുള്ളവരുടെ കൽബില് ഫസ്റ്റായി സന്തോഷം ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് ആദ്യം പറയുന്നത് സുന്നത്താണെങ്കിലും സുന്നത്തിന് കൂലി കൂടി, ഫർളിനേക്കാളേറെ കൂലി കൂടി. ഇതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അഫ്ളലുൽ അമാലി ബഅദൽ ഫറായിദ്, അള്ളാഹുവിന് നമ്മൾ ചെയ്യേണ്ടതായ നിർബന്ധമായ കാര്യങ്ങൾക്ക് ശേഷം ഏറ്റവും കൂലി കൂടുതലുള്ള സംഗതി എന്താണെന്ന് അറിയാം? ഇദ്ഖാലു സുറൂരി ഫി ഖൽബി മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നമുക്ക് സന്തോഷം ഇട്ട് കൊടുക്കാൻ എന്തെല്ലാം വഴികളുണ്ട്. അതിന് ഫർള് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൂലി അതിനാണ്. അതിനുവേണ്ടി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സംസാരമാവട്ടെ, പ്രവർത്തനമാണെങ്കിൽ പ്രവർത്തനം, എന്താണോ ഒരാളെ കൽബ് സന്തോഷിപ്പിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഫിഖിന്റെ കിതാബുകളിൽ കാണാം, നോമ്പ്, സുന്നത്ത് നോമ്പ്, ഫർള് നോമ്പ് പിന്നെ അത്യാവശ്യ കാരണങ്ങളില്ലാതെ മുറിക്കാൻ പാടില്ല. സുന്നത്ത് നോമ്പ് മുറിക്കൽ സുന്നത്തായ ചില സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സന്ദർഭമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഒരാൾ ക്ഷണിച്ചു വീട്ടിലേക്ക് ഭക്ഷണത്തിന്, എന്തെങ്കിലും സദ്യക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചു. അപ്പോൾ നമ്മളവിടെ പോയ സമയത്ത് നമുക്ക് നോമ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ മനസ്സിന് റാഹത്താവില്ല, എനിക്ക് വിഷമാവും, നിങ്ങളൊക്കെ പ്രത്യേകം കരുതി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആ വീട്ടുകാരൻ പറഞ്ഞാൽ ഇയാൾ സുന്നത്ത് നോമ്പെടുത്ത് പോയാളാണ്. അപ്പോൾ അവിടെ എന്താണ് ഫിഖ് പറയണത്, മസല പറയണത് എന്താണ്? അദ്ദേഹത്തിൻ്റെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ സുന്നത്ത് നോമ്പ് മുറിക്കൽ സുന്നത്താണെന്നാണ്. അത് വൈകുന്നേരമായി ഒരു മണിക്കൂറേ കൊടുക്കാൻ സമയമുള്ളൂ, മതി. അവിടെ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി ഇമാം പറഞ്ഞത് പ്രത്യേക എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നോമ്പ് മുറിക്കുമ്പോൾ ഇങ്ങനെ നിയ്യത്താക്കണം, ആ മനുഷ്യന്റെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് നീ സുന്നത്താക്കിയ നോമ്പ് ഞാൻ മുറിക്കുന്നു എന്ന് കരുതിയിട്ട് നോമ്പ് മുറിക്കുക. എന്നാൽ ആ നോമ്പിൻ്റെ കൂലി കിട്ടും ചെയ്യും, അയാളെ മനസ്സ് സന്തോഷിക്കും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനോടുള്ള കടപ്പാടാണ് സുന്നത്ത് നോമ്പ് എന്നുള്ളത്. അത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ തൽക്കാലം മറ്റുള്ളവൻ്റെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇസ്ലാം സ്ഥാനം നൽകാണ്, പ്രാധാന്യം നൽകാണ്. ഇതാണ് 1 നമ്പർ. ഹുസ്നുൽ ഖുൽഖിൻ്റെ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന സംസാരങ്ങളും പ്രവർത്തനങ്ങളും അതുമാത്രമായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, അടുത്ത സ്റ്റെപ്പ്, ഇപ്പോൾ സലാം പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഒരാളെ കണ്ടുമുട്ടുന്ന സമയത്ത് സലാം പറഞ്ഞാൽ മാത്രം പോരാ, ഒന്ന് പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കുന്നതിന് എന്തൊരു കൂലിയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയൊരു വിശേഷണമായിട്ട് സഹാബത്തൊക്കെ എടുത്തു പറയുന്നതാണ്. കാന അക്സറന്നാസി തബസ്സുമ, ഞങ്ങൾ കണ്ട ജനങ്ങളെ കൂട്ടത്തിൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന, ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരാളായി കണ്ടത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമാണ് അവിടെ നിന്ന് ദേഷ്യം പിടിക്കാറുള്ളത്, അതും ശറയ്യായ വിഷയങ്ങൾ മാത്രമാണ്. സ്വന്തമായ വിഷയത്തിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല. അപ്പൊ പുഞ്ചിരിക്കുക എന്നുള്ളത് ഇസ്ലാം വലിയ പ്രാധാന്യം. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, എന്തൊരു പ്രാധാന്യമാണ്, എത്ര കൂലിയാണ് പുഞ്ചിരിക്ക് ഇസ്ലാം നൽകണതെന്നറിയും. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് ഇനിയൊന്ന് പുഞ്ചിരിച്ചാൽ ഒരു സ്വതക്ക ചെയ്ത കൂലിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്, പള്ളിയിലേക്ക് പോവുകയാണ്, അല്ലെ അങ്ങാടിയിലേക്ക് പോവുകയാണ്, എത്ര ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്ന സമയത്തൊക്കെ ഒരു പുഞ്ചിരി അവർക്ക് കൊടുത്താൽ
ഒരു സദക്ക. 10 ആളെ കണ്ടപ്പോൾ നിങ്ങൾ പുഞ്ചിരിച്ച് 10 സദക്ക. ഒരു ക്യാമ്പിന് നമ്മൾ പോയി, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോയി, അല്ലെങ്കിൽ ഒരു സദസ്സിലേക്ക് പോയി, എത്ര ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് പുഞ്ചിരിച്ചാൽ അവരോട് അത്ര കൂലി നമുക്ക് കിട്ടാൻ കാരണം എന്താ? ഇത്രയും വലിയ പ്രാധാന്യം ഒരു പുഞ്ചിരിക്ക് ഇസ്ലാം നൽകുന്നത്. നമ്മൾ ഒരാളെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ അയാൾക്കും പുഞ്ചിരി വരും. അയാളെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പോകുന്ന സമയത്ത് വേറൊരാൾ വരുന്നു, അയാൾ നമ്മളെ മൈൻഡ് ചെയ്യും, മുഖത്തൊന്നും നോക്കിയില്ല, സലാം പറഞ്ഞിട്ടുണ്ട്, മുഖത്തൊന്നും നോക്കാതെ പോയാൽ ഓൻ തിരിഞ്ഞു നോക്കിയില്ലല്ലോ, പിന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ, മുഖത്തൊക്കെ ഒന്ന് ചിരിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിഷം പറയുന്നത് എന്തുകൊണ്ടാണ്? പുഞ്ചിരിച്ചാൽ കിട്ടുന്ന സന്തോഷം നഷ്ടപ്പെടുന്ന വിഷമാണ് നമ്മൾ പറയുന്നത്, പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഞ്ചിരിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകി. ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈഅ. നല്ല നല്ല കാര്യങ്ങൾ, ഇസ്ലാം നമ്മളോട് നിർദ്ദേശിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ, അത് ചെറിയ കാര്യമാണെങ്കിലും അത് നിസാരമായി കാണരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലവൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. മുഖപ്രസന്നതയോടുകൂടെ നിന്റെ സഹോദരനെ സമീപിക്കുക. അത് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയ വിഷയമാണ്. ഇനി മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ സലാം പറയുന്നു, പുഞ്ചിരിക്കുന്നു. ഇനി നമ്മളൊന്ന് മുസാഫഹത്തും കൂടെ ചെയ്യാം. മുസാഫഹത്തിന് എന്ത് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകുന്നത്. 2 മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ട് സലാം പറഞ്ഞ് ഒന്ന് മുസാഫഹത്ത് ചെയ്ത് കൈ എടുക്കുന്നതിന് മുമ്പ് 2 ആളുടെയും ദോഷങ്ങൾ പൊറുക്കുമെന്നാണ്. എന്താണ് മുസാഫഹത്തിലൂടെ? സൈക്കോളജിക്കലായിട്ട് നമ്മൾ നോക്കിയാൽ തന്നെ ഈ പുഞ്ചിരിക്കും ഈ മുസാഫഹത്തിനൊക്കെ വലിയ പ്രാധാന്യം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ടച്ചിങ് എന്നത് അല്ലേ, നമ്മൾ കൈ കൊടുക്കുന്ന സമയത്ത് 2 ആൾ തമ്മിൽ ടച്ചിങ് നടക്കുകയാണ്. ആ ടച്ചിങ്ങിലൂടെ നമ്മളെ ശരീരത്തിൽ നിന്ന് ഒരു സന്തോഷം മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാം മുസാഫഹത്തിന് വലിയ പ്രാധാന്യം നൽകി. മുസാഫഹത്ത് സുന്നത്താണ്, സലാം പറയൽ സുന്നത്താണ്, പുഞ്ചിരിക്കൽ സുന്നത്താണ്, മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. ഞാൻ മുസാഫഹത്തിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക. അത് പ്രത്യേകം മുസാഫഹത്ത് ചെയ്യുന്ന സമയത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ, നമുക്കറിയുന്നൊരു സ്വലാത്ത് സമയത്ത് ചെല്ലുക. അത് പ്രത്യേകം മഹാന്മാരെടുത്ത് പറഞ്ഞത് കാണാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സംസാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീബുൽ കലാം, സ്വർഗത്തിൽ പ്രത്യേകമായൊരു റൂം അല്ലാഹു തആല സജ്ജമാക്കിയിട്ടുണ്ട്. അതാർക്കാന്നറിയും? ലിമൻ അത്വാബൽ കലാം, നല്ല സംസാരം സംസാരിക്കുന്ന ആളുകൾക്ക്. തീബുൽ കലാം എന്നാണ് ഹദീസിൽ വന്നത്. തീബ് നമ്മൾ സാധാരണ പറയാറുള്ളത് എന്തിനാണ്? സുഗന്ധം. സുഗന്ധത്തിനാണ് അറബിയിൽ തീബ് എന്ന് പറയുന്നത്. അത്തർ, പെർഫ്യൂം. സുഗന്ധം എന്താണ്? സുഗന്ധം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് തീബുൽ കലാം എന്ന് പറഞ്ഞാൽ എന്താ? സുഗന്ധമുള്ള കലാമാകണം. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഒരു സുഗന്ധമാകണം. അപ്പൊ മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടണം. നമ്മുടെ വീടുകളിൽ നിന്ന് മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു സംസാരം നമ്മളിൽ നിന്നുണ്ടാകരുത്. തീബുൽ കലാം. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സമീപിക്കുന്ന സമയത്ത് തന്നെ ഇസ്ലാം നിർദ്ദേശിച്ച ഒരുപാട് കടപ്പാടുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന സൽസ്വഭാവത്തിന്റെ 4 ഘടകങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അത് സംസാരം കൊണ്ടാവട്ടെ, പെരുമാറ്റം കൊണ്ടാവട്ടെ, ശരീരഭാഷ കൊണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടാവട്ടെ, ഇതിലെല്ലാം മറ്റുള്ളവരെ പരിഗണിക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം. നോക്കൂ നിങ്ങൾ, അത്തർ പൂശലും സുന്നത്താണ്. മഹാനായ ഗസാലി ഇമാം തന്നെ അത് മറ്റൊരു സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഒരു സദസ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് അത്തർ പുരട്ടുമ്പോൾ നെയ്യത്ത് വെക്കണം. എന്തിനാണ്? ഒന്ന്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് തീബ്, സുഗന്ധം എന്നുള്ളത്. മറ്റൊന്ന്, മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മളെ കൂടെ തന്നെ എപ്പോഴും മലക്കുകളുണ്ട്, പോകുന്ന സദസ്സിലും മലക്കുകളുണ്ടാവും. മലക്കുകൾക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഈ കബറും പുറത്തൊക്കെ ഈ സുഗന്ധമുള്ള പുഷ്പങ്ങളും മറ്റൊക്കെ ഇടുന്നത് മലക്കുകൾ അവിടെ ഇറങ്ങി വരും ആ സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടി. അതുപോലെ മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കുക, അത് മറ്റൊരു നിയ്യത്താണ്. ഒരു അത്തർ പുരട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ വെക്കേണ്ട നിയ്യത്തുകൾ സലീമാം വിശദീകരിക്കുക.
മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കുക. നമ്മളൊരു സദസ്സിലേക്ക് പോവുകയാണ്. അപ്പം അത്തറ് പുരട്ടി പോകുന്ന സമയത്ത് ഈ നിയ്യത്തുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടും. എന്താണ്? നമ്മൾ ഒരു ചീത്ത വാസനയോടുകൂടെ പോയാൽ മറ്റുള്ളവൻ്റെ മനസ്സിൽ മണത്തിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സുകൊണ്ട് പറയും, വായ കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ. അങ്ങനെ നമ്മളെ കൊണ്ടൊരു വിഷമം തൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് അത്തറ് പുരട്ടി പോകണം, സദസ്സിലേക്ക് പോകുന്ന സമയത്ത് കുളിച്ചു പോകണം, അത്തറ് പുരട്ടി പോകണമെന്ന് ഇസ്ലാം പ്രത്യേകം നിർദ്ദേശിക്കുക. എന്തേ പാടുള്ളൂ? നമ്മളിൽ നിന്ന് സന്തോഷമുള്ളതേ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. സൽസ്വഭാവത്തിൻ്റെ 4 ഘടകങ്ങളിൽ ഒന്നാമത്തെ. ഇനി ഒരുപാട് വിശദമായിട്ട് അതിൽ തന്നെ പറയാനുണ്ട്, മൊത്തത്തിലൊന്നും പറഞ്ഞു നിർത്താം. ഉപകാരം, അതാണ് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്യുന്ന സമയത്ത് വലിയ സന്തോഷമാണ് മറ്റുള്ളവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കുന്നത്. നമ്മളൊരാളെ സഹായിക്കുക, അത് ശരീരം കൊണ്ട് സഹായിക്കലുണ്ട്, സമ്പത്ത് കൊണ്ട് സഹായിക്കലുണ്ട്, അതിനൊക്കെ വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയൊരു വിശേഷണമായിട്ട് എടുത്തു പറഞ്ഞ് നമുക്ക് കാണാം. ഖദീജ റളിയല്ലാഹു അൻഹ, നമുക്കെല്ലാവർക്കും അറിയാം, വഹി ഇറങ്ങി, ഇറാ ഗുഹയിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ വചനങ്ങൾ ഇറങ്ങി, അത് സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വരികയാണ്. പനി പിടിച്ച് വിറയലും മറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ആദ്യമായിട്ടാണല്ലോ ഈ വലിയൊരു ഭാരം ഏറ്റെടുക്കുന്നത്, വഹി ഏറ്റെടുക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ആ സമയത്ത് സ്വീകരിക്കുന്നതും അവിടുത്തെ സമാധാനിപ്പിക്കുന്നതുമായ ആ വാക്കുകൾ ചരിത്രത്തിൽ കാണാം. വല്ലാഹി ഖല്ല വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുക, ഒരിക്കലും അള്ളാഹു തങ്ങളെ കയ്യയിക്കുകയില്ല. എന്നിട്ട് എന്താണ് അതിൻ്റെ കാരണം പറയുന്നത്? ഇന്നക ലതസിലുർ റഹീം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖിരിൽ ലൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. മൊത്തത്തിൽ പറഞ്ഞ സാന്ത്വന പ്രവർത്തനം. ദഅവാ പ്രവർത്തനത്തിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങുന്നത് പിന്നെയാണ്, നമുക്കറിയാം, 40-ാം വയസ്സിന് ശേഷം. അതിൻ്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന വിഷയത്തിൽ 1 നമ്പറായിരുന്നു എന്നാണ് ഈ വാക്കുകൾ പഠിപ്പിക്കുന്നത്. ഇന്നക ലതസിലുർ റഹീം, കുടുംബബന്ധം പുലർത്തുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1 നമ്പറാണ്. വതഹ്മിലുൽ കല്ല, മറ്റുള്ളവരുടെ ഭാരം ഏറ്റെടുക്കുക. കല്ല് എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ്. അങ്ങനെ ഭാരം, ഒരാൾ വീണ് കിടക്കാൻ അയാളെ എഴുന്നേൽപ്പിക്കുക. ഒരാൾക്കൊരു ലോഡ് തലയിൽ കയറ്റാനുണ്ട്, സ്വന്തമായി കഴിയുന്നില്ല, ഒന്ന് താങ്ങി പിടിച്ചു കൊടുക്കുക. തഹ്മിലുൽ കല്ല, ഭാരം ഏറ്റെടുക്കുക. ഒരാൾക്ക് വണ്ടിയിൽ കയറാൻ കഴിയുന്നില്ല, അല്ലെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ കഴിയുന്നില്ല, ഒന്ന് സഹായിച്ചു കൊടുക്കുക. തഹ്മിലുൽ കല്ല, മറ്റുള്ളവരെ ഭാരം നമ്മളും കൂടി എടുത്തു കൊടുക്കുക. കുടുംബബന്ധം പുലർത്തുക. വതക്സിബുൽ മഅദൂം, പാവങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. തക്സിബ് പറഞ്ഞാൽ സമ്പാദിച്ചു കൊടുക്കുക എന്നാണ്. അതായത് പട്ടിണി പാവങ്ങളുണ്ട്, മരുന്നിന് പ്രയാസപ്പെടുന്നവരുണ്ട്, ആരോടൊക്കെ പറഞ്ഞിട്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് നേടിക്കൊടുക്കുക, ഉണ്ടാക്കി കൊടുക്കുക. ഈ സാന്ത്വന പ്രവർത്തനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാപൃതരായിരുന്നു എന്നാണ് ഈ വാക്കുകൾ പഠിപ്പിക്കുന്നത്. വതുഈനു അലാ നവായിബിൽ ഹഖ്, ഒരു ആക്സിഡന്റ് പറ്റി ഉടനെ നമ്മൾ അവിടെ എത്തുക, വേണ്ടത് ചെയ്തു കൊടുക്കുക. നവായിബുൽ ഹഖ്, കാല മുസീബത്തുകൾ, അപകടങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ നമ്മൾ അവിടെ എത്തുക. ഈ പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതൽ തന്നെ, അതാണ് ഇത് പഠിപ്പിക്കുന്നത്. 40-ാമത്തെ വയസ്സിലാണ് വഹി വരുന്നത്, നമുക്കറിയാം. അതിനുശേഷമാണ് പിന്നെ ദഅവാ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. അതിന് മുമ്പ് തന്നെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുകിയിരുന്നു. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, അവരെ മനസ്സ് സന്തോഷിപ്പിക്കുന്നത് മാത്രം നമ്മളിൽ നിന്ന് ഉണ്ടാകുക. ഈ കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യം നൽകിയ ഒന്നാണ്. അപ്പോൾ സൽസ്വഭാവത്തിൻ്റെ 4 ഘടകങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഉപകാരം, ഉപദ്രവം, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സൽസ്വഭാവം എന്ത് എന്നുള്ളത് മഹാന്മാർ വിശദീകരിച്ച മൊത്തം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തത്, ഉപകാരവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വിഷയം, മറ്റുള്ളവരിൽ നിന്ന് ഉപകാരം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക എന്നാണ്.
വതകൂന മിൻ സൈബിൽ ഉനാസി ആയിസ. ഇവിടെയാണ് നമ്മൾ അവകാശം, കടപ്പാട്, ഈ രണ്ട് വിഷയം മനസ്സിലാക്കേണ്ടത്. പല കുടുംബ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ രണ്ടാമത്തെ വിഷയമില്ലാത്തതിൻ്റെ പേരിലായിരിക്കും. നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട വിഷയങ്ങളുണ്ട്, അതിന് കടപ്പാടുകൾ എന്ന് പറയും. നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട കാര്യങ്ങളുണ്ട്, അതിന് അവകാശം എന്ന് പറയും. ഉദാഹരണത്തിന് ഒരു ഭാര്യ, ഭർത്താവ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് കടപ്പാടുണ്ട്, ഭർത്താവിന് ഭാര്യയോട് കടപ്പാടുണ്ട്. നിർബന്ധമായ കടപ്പാടുകളുണ്ട്, സുന്നത്തായ കടപ്പാടുകളുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഭാര്യയ്ക്ക് നിർബന്ധമായ കടപ്പാടിൽപ്പെട്ടതാണ് ഭർത്താവിനെ അനുസരിക്കുക, അവൾ ഭർത്താവിന് കീഴ്പ്പെടുക എന്നുള്ളത്. സുന്നത്തായ കടപ്പാടിൽപ്പെട്ടതാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, വസ്ത്രം അലക്കി കൊടുക്കുക. ഇതൊന്നും ഭാര്യയ്ക്ക് നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ സുന്നത്തായ കടപ്പാടിൽ മഹാന്മാരത് മുസ്ലിം മുആശറത്തിന്റെ ഭാഗമായിട്ട് ഇത് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കൂ, നമ്മളിവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതായ കടപ്പാടുകൾ പൂർത്തിയാക്കിയോ ഇല്ലേ, അതിൽ നമുക്ക് അത്ര ചിലപ്പോൾ ശ്രദ്ധ ഉണ്ടായിക്കൊള്ളില്ല. ഭാര്യയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടത് എന്തെങ്കിലും ഒരു കുറവ് കണ്ടാൽ അവിടെ മൃദു. ഉദാഹരണമായി നമ്മൾ പോയ സമയത്ത് ഭക്ഷണം ആക്കിയില്ല നോക്കുക ഭാര്യ, എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അതിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ തന്നെ എന്തെങ്കിലും കുറവുകൾ വന്നു പോയാൽ, അല്ലെങ്കിൽ നമ്മൾ പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോകാൻ, ജോലിക്ക് പോകാൻ നോക്കുമ്പോൾ ഡ്രസ്സ് അലക്കിയിട്ടില്ല, ഇസ്തിരിയിട്ടിട്ടില്ല, ചെരുപ്പ് ക്ലീനാക്കി കൊണ്ടുവച്ചിട്ടില്ല, അങ്ങനെ എന്തെല്ലാം. ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കടപ്പാട്, അത് നമ്മൾ എന്താ പാടില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വിഷമം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ. നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട കടപ്പാടുകൾ ചെയ്തു കൊടുക്കുക, അതാണ് 1 നമ്പർ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന, അവരുടെ മനസ്സിൽ സുറൂറിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായി ചെയ്യുക. ഒരു സൽസ്വഭാവിയാണോ എങ്കിൽ അത് അവന് പൂർത്തീകരിച്ചിരിക്കും. ഇങ്ങോട്ട് കിട്ടേണ്ടത് നമ്മൾ എന്ത് ചെയ്യരുത്, പ്രതീക്ഷിക്കരുത്. കിട്ടണ്ടെന്ന് പറയണില്ല, ചെയ്തു കൂട്ടും, അത് അവരെ കടപ്പാടിൽപ്പെട്ടതാണ്. പക്ഷെ അത് കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു വിഷമം അത് നമുക്ക് ഉണ്ടാകരുത്. ഇപ്പോൾ ഉസ്താദുമാർ, ശിഷ്യന്മാർ അലക്കി കൊടുക്കുന്നുണ്ട്, ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം ഡ്രസ്സ് അലക്കിയില്ല, പ്രശ്നം ഉണ്ടാകരുത് ഉസ്താദിന്. ഒരു സൽസ്വഭാവിയായ ഒരു ഉസ്താദാണെങ്കിൽ ചൂടാകരുത്, ദേഷ്യം പിടിക്കരുത്. കാരണം നിർബന്ധമായ ഒരു കടപ്പാടൊന്നല്ല, ഉസ്താദിനോടുള്ള കടപ്പാടിൻ്റെ ഭാഗമാണ്. ഉസ്താദ് ചിന്തിക്കേണ്ടത്, എൻ്റെ കടപ്പാടം വീട്ടില്ലല്ലോ, അല്ലെ ഞാൻ വരുന്ന സമയത്തോ എഴുന്നേറ്റുന്നില്ലല്ലോ എന്ന നിലക്ക് ആ ഇങ്ങോട്ട് കിട്ടേണ്ട കടപ്പാട് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു വിഷമം ഉണ്ടാകരുത്, അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ഇത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇനി കടപ്പാടും ബാധ്യതകളും ഇത് നമ്മൾ ആലോചിച്ചാൽ മതി. അധികവും നമുക്കറിയാം, എല്ലാവരും അവകാശത്തിന് വേണ്ടിയാണ് മുദ്രാവാക്യം വിളിക്കാറുള്ളത്. അവകാശങ്ങൾ നേടിയെടുക്കാൻ. കടപ്പാട് വിട്ടാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളും മുദ്രാവാക്യം വിളിക്കാറില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു സൽസ്വഭാവിയായ ഒരാളാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു വിഷമം ഉണ്ടാകരുത്. സൃഷ്ടികളിൽ മൊത്തത്തിലാണ് പറയുന്നത്. അപ്പോൾ ഭാര്യ ആണെങ്കിൽ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതിരിക്കുമ്പോൾ, ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതിരിക്കുമ്പോൾ, അതുപോലെ മറ്റുള്ള കുടുംബക്കാരോ അയൽവാസികളോ, എന്താണ് നമ്മൾ അയൽവാസികളോട് വീട്ടേണ്ട കടപ്പാടുകൾ നമ്മൾ വീട്ടാം. അയൽവാസികളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ടത് കിട്ടിയില്ല, പ്രശ്നം ഉണ്ടാകരുത്. ഒരു ഹദീസ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ വന്നിട്ട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആയത്തും ഓതുന്നുണ്ട്, ഒരു ഹദീസും പറയുന്നുണ്ട്. ഖുദിൽ അഫ്വ വഉമുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലി. ഈ ആയത്തോതിക്കൊണ്ട് വിശദീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹുവ എന്താണ് സൽസ്വഭാവം, അൻ തസില മൻ ഖതഅക, 3 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ 2 നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി പറയാൻ പോകുന്ന ഇതിലാണ് 3ാമത്തത് വരുന്നത്. അൻ തസില മൻ ഖതഅക വതുഅതി മൻ ഹറമ വതഅഫു അമ്മൻ ളലം. 3 കാര്യം. ഒന്ന്,
അൻ തസില മൻ ഖതഅക, നിന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് എന്ത് ചെയ്യുക? ബന്ധം പുലർത്തുക. ഒന്ന്. വതുഅ്തിയ മൻ ഹറമക, നീ ഇങ്ങോട്ട് ചോദിച്ചിട്ട് തരാത്ത ആൾക്ക് അങ്ങോട്ട് കൊടുക്കുക. തുഅ്തിയ മൻ ഹറമക. രണ്ട്. വതഅഫു അമ്മൻ ളലമക, നിന്നെ ആക്രമിച്ച ആളുകൾക്ക് മാപ്പ് കൊടുക്കുക. അത് അടുത്തതിൽ നമുക്ക് വിശദീകരിക്കാനുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എടുത്ത് നോക്കൂ നിങ്ങൾ. കുടുംബ ബന്ധം പുലർത്തുക. ഇപ്പൊ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും, നമ്മളെ ബാധ്യത എന്താണ്? അങ്ങോട്ട് ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. അവരെയും ബാധ്യത എന്താണ്? ഇങ്ങോട്ട് ബന്ധം പുലർത്തുക എന്നാണ്. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇങ്ങോട്ട് കിട്ടുന്നത് പ്രതീക്ഷിക്കരുത് എന്നാണ് രണ്ടാമത്തെ വിഷയം. അപ്പൊ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നില്ല, അല്ലെ നമ്മൾ കല്യാണത്തിന് വിളിച്ചിട്ട് വന്നില്ല, അതിൻ്റെ പേരിൽ പ്രശ്നം നമ്മളാക്കരുത്. തിരിച്ച് അവൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പോകണം. ഞാൻ എൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുന്ന സമയത്ത് ഇത്രയൊക്കെ ഓനെ പോയിട്ട് വിളിച്ചിട്ട് വന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളവിടെ ചിന്തിക്കുന്നത് നമ്മൾ വീട്ടേണ്ട കടപ്പാട് നമ്മൾ വീട്ടുക, അവൻ്റെ കടപ്പാട് വീട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മളതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കരുത്. ഇതൊരു സ്വഭാവിയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വിളിച്ചിട്ട് വരാത്ത ഒരാളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അയാളെ കല്യാണത്തിന് നമ്മൾ പോകണം, അയാളെ വീട്ടിലെ പരിപാടിക്ക് നമ്മൾ പോകണം. തസില മൻ ഖതഅക, ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളോട് അങ്ങോട്ട് എന്ത് ചെയ്യുക? ബന്ധം പുലർത്തുക. അത് ഒരുപാട് വിശാലമായ വിഷയങ്ങളൊക്കെ ഇറങ്ങി ചെല്ലേണ്ട ഒന്നാണ്. എല്ലാ വിഷയത്തിലും നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം അതിൽ പറഞ്ഞ എന്താ? വതുഅ്തിയ മൻ ഹറമക, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ നമുക്കൊരു അത്യാവശ്യം ഒരു കടം ആവശ്യം വന്നു. അത്യാവശ്യം കാശുള്ള ഒരാളോട് നമ്മൾ ചോദിച്ചു, അയാൾ തന്നില്ല. പിന്നൊരിക്കൽ അദ്ദേഹത്തിന് ആവശ്യം വന്നു, നമ്മളോട് വന്ന് ചോദിക്കുകയാണ്. എന്തായിരിക്കും? നമ്മൾ അന്ന് ചോദിച്ചിട്ട് തരാത്തന അപ്പം അങ്ങോട്ട് കയറി വന്നത് എന്നായിരിക്കും നമ്മളൊക്കെ മാനസികാവസ്ഥയിൽ. ഇതൊരു സൽസ്വഭാവത്തിൻ്റെ അടയാളമല്ല. അപ്പൊ സൽസ്വഭാവിയാണെങ്കിൽ ഇങ്ങോട്ട് തന്നിട്ടില്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അപ്പൊ രണ്ട് കാര്യമാണ് നമ്മൾ ഇന്ന് സൂചിപ്പിച്ചത്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന്, ഉപകാരമായി ബന്ധപ്പെട്ട അങ്ങോട്ട് പരമാവധി ഉപകാരം ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം. അങ്ങോട്ട് ബന്ധങ്ങൾ പുലർത്തി അങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുത്ത് മറ്റുള്ളവരെ മനസ്സ് സന്തോഷിപ്പിക്കുക, ഇത് നമ്മളിൽ ഉണ്ടായിരിക്കുക. ഇങ്ങോട്ട് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് കരുതി നമുക്കൊരു വിഷമം ഉണ്ടാകരുത്. അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. അവകാശങ്ങൾ നേടിയെടുക്കുകയല്ല, നമ്മുടെ കടപ്പാടുകൾ വീട്ടുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. അവകാശങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ പേരിൽ ഒരു പ്രശ്നങ്ങളോ ഒരു ടെൻഷനോ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സൽസ്വഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി 2 കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാൻ സൽസ്വഭാവികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു തആല ശുദ്ധീകരിച്ച് ഈ ദുനിയാവും ആഖിറവും ഒക്കെ രക്ഷപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം സ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വസ്സലാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത